സുഭാഷിതം. കോപിക്കാത്ത മനുഷ്യരുണ്ടോ? നിസ്സംശയം പറയാനൊക്കുന്ന ഒരു ഉത്തരമാണ് ഇല്ല എന്നുള്ളത്. എല്ലാ മനുഷ്യരിലും അന്തർലീനമായി കിടക്കുന്ന ഒരു വികാരമാണ് കോപം. എന്തുകൊണ്ടാണ് മനുഷ്യൻ കോപിക്കുന്നത്? ഒരു പ്രകോപനം, വേദന അല്ലെങ്കിൽ ഭീഷണി എന്നിവയോടുള്ള ശക്തമായ അസ്വസ്ഥത ഉണ്ടാക്കുന്നതും നിസ്സഹരണപരവുമായ പ്രതികരണം ഉൾപ്പെടുന്ന ഒരു തീവ്രമായ വൈകാരിക അവസ്ഥയാണ് കോപം. മനുഷ്യരിലുണ്ടാകുന്ന കോപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ബി ആംഗ്രി ആൻഡ് ഡു നോട്ട് സിൻ. Do not let the sun go down on your wrath. കോപിക്കാതിരിക്കുന്നത് അസാധ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ് പറയുന്നത് കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന്. അപ്പോൾ കോപത്തിന്റെ ഒരു പരിണിത ഫലമാണ് പാപം ചെയ്യുക എന്നുള്ളത്. ആദിമ മനുഷ്യരായിരുന്ന ആദാമിന്റെയും ഹവ്വായുടെയും മക്കളായിരുന്നല്ലോ ഹാബേലും കയീനും. അവർ രണ്ടുപേരും യഹോവയ്ക്ക് വഴിപാടുകൾ കൊണ്ടുവന്നു. കയീന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാതിരുന്നതുകൊണ്ട് കയീന് ഏറ്റവും കോപമുണ്ടായി. അവന്റെ മുഖം വാടിയെന്ന് ഉൽപ്പത്തി പുസ്തകം 4:5 കാണുന്നു. അവിടെയാണ് നാം ആദ്യമായി വേദപുസ്തകത്തിൽ കോപം കാണുന്നത്. നന്മ ചെയ്താൽ പ്രസാദമുണ്ടാകുമെന്നും നന്മ ചെയ്തില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു എന്നും യഹോവ അരുളി ചെയ്തു. പാപത്തിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു എന്നും നീയോ അതിനെ കീഴടക്കണമെന്നും യഹോവ കൽപ്പിച്ചു. കയീൻ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കാതെ ചില ദുരുദ്ദേശത്തോടുകൂടി അനുജനായ ഹാബേലിനെ വയലിലേക്ക് ക്ഷണിക്കുന്നു. അവന്റെ ഉള്ളിലുള്ള പാപത്തിന്റെ പ്രകടനങ്ങൾ മുഖത്ത് ദർശിക്കാൻ കഴിയും. വയലിലായിരിക്കുമ്പോൾ അനുജനോട് കയർക്കുന്നു. കോപിഷ്ഠനായ കയീൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. യോഹന്നാൻ തന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. യേശു കർത്താവിൽ വിശ്വസിക്കാതിരുന്ന യഹൂദന്മാരോട് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. കയീന്റെയും ഹാബേലിന്റെയും ചരിത്രത്തിൽ നിന്ന് അതാണല്ലോ നാം മനസ്സിലാക്കിയത്. എന്നാൽ വീണ്ടും യോഹന്നാൻ പറയുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. പൗലോസ് വളരെ വ്യക്തമായി അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന്. കോപം അഥവാ ദേഷ്യം തോന്നുന്നതിലല്ല പ്രശ്നം. ആ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത് പാപമായി തീരുന്നത്. യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. അതിനാൽ നമുക്ക് ആത്മനിയന്ത്രണം ചെയ്യുവാൻ കഴിയും. നമ്മളിലുണ്ടാകുന്ന ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുവാൻ ദൈവവചനം അനുവദിക്കുന്ന ഡ്യൂറേഷൻ സൂര്യൻ അസ്തമിക്കുന്നതുവരെയാണ്. അല്ലാഞ്ഞാൽ അത് പിശാചിന് ഇടം കൊടുക്കുന്നതായിരിക്കുമെന്ന് 27-ാം വാക്യം പറയുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ വികാരങ്ങളെക്കാൾ വലിയവനാണ്. ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിച്ച് ആത്മനിയന്ത്രണത്തിൽ ജീവിക്കുന്നവർക്ക് നമ്മളിൽ ഉണ്ടാകുന്ന കോപത്തെയും നിയന്ത്രിക്കുവാൻ കഴിയും. അതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ കോപിച്ചിട്ട് പാപം ചെയ്ത് പിശാചിന് ഇടം കൊടുക്കുവാൻ ഇടയാക്കരുതേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.